നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏതൊരു പൗരനെയും എന്ന പോലെ തന്നെ ധ്യാനത്തിലേക്ക് പോകാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. അത് ഒരു ദിവസമോ 2 ദിവസമോ 4 ദിവസമോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ സൗകര്യം പോലെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതത്ര നിഷ്കളങ്കമായൊരു പ്രവൃത്തിയായി ഈ അവസരത്തിൽ ഞാൻ കാണുന്നില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഈ പ്രധാനമന്ത്രിയുടെ ഡൽഹിയിലെ വസതി എന്ന് പറഞ്ഞാൽ അതൊരു 12 ഏക്കർ സ്ഥലത്ത് നിലകൊള്ളുന്നൊരു വസതിയാണ്. 7 RCR എന്നാണ് ആ റോഡ് അറിയപ്പെട്ടിരുന്ന ഒരു കാലത്ത്. ഇപ്പോൾ അത് 7 കല്യാൺ മാർഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു 12 ഏക്കർ ചുറ്റളവിൽ ഏതാണ്ട് 5 ബംഗ്ലാവുകളാണ് ഈ പ്രധാനമന്ത്രിയുടെ വീട് എന്ന് പറയുന്നത്. ഈ 1998 വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന അവസരത്തിൽ NDAയുടെ എല്ലാ സമ്മേളനങ്ങളും നടന്നിരുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു. അന്ന് ഈ സമ്മേളനത്തിൻ്റെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൂടാതെ തന്നെ NDAയുടെ കൺവീനറും ഡിഫൻസ് മിനിസ്റ്ററുമായിരുന്ന ജോർജ് ഫെർണാണ്ടസ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ വീണ്ടും തൊട്ടടുത്തിട്ടുള്ള ഒരു ചെറിയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അതൊരു തുറന്ന ഓഡിറ്റോറിയമാണ്. അവിടെയാണ് ഈ പ്രധാനമന്ത്രി ഹോളി ദിനമൊക്കെ ആഘോഷിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ എനിക്ക് അതിനകത്ത് പോകാനും അവിടെ റിപ്പോർട്ടറായിരുന്ന സമയത്ത് ഈ പ്രധാനമന്ത്രിയുടെ വസതി നിൽക്കുന്ന കോമ്പൗണ്ടിനകത്ത് കയറാനും അവസരം ലഭിച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള നല്ല പൂന്തോട്ടങ്ങളൊക്കെയുള്ള വലിയ ഇടതിങ്ങി മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒന്നാന്തരം കോമ്പൗണ്ടാണ് ഈ 12 ഏക്കർ എന്ന് പറയുന്നത്. ഇവിടെ എവിടെ വേണമെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ധ്യാനനിരതനായി 2, 3, 4 ദിവസമൊക്കെ ഇരിക്കാം. എന്നാൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വിവേകാനന്ദ പാറയിലെത്തി 45 മണിക്കൂർ ധ്യാനമിരിക്കാൻ തീരുമാനിക്കുന്നത് നിഷ്കളങ്കമല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു വലിയ പദ്ധതി നരേന്ദ്രമോദിക്കുണ്ട്. അത് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നോക്കൂ, ഇപ്പോൾ കുംഭമേള നടന്ന സമയത്ത് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ ഗംഗാനദിയിൽ മുങ്ങി ഉയരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമ്മൾ കാണുന്നത്. ഹിന്ദുത്വ റിച്വൽസുമായി പ്രധാനമന്ത്രി നല്ല രീതിയിൽ അദ്ദേഹത്തെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് എന്നുള്ളത്. ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ നടക്കാൻ അദ്ദേഹം തീരുമാനിക്കുമ്പോൾ 11 ദിവസം ഈ രാജ്യത്തെ വിവിധ രാമക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുകയാണ്. അതിൽ 2 ക്ഷേത്രം കേരളത്തിലായിരുന്നു, നമുക്കറിയുന്ന പോലെ ഗുരുവായൂരും തൃപ്രയാറും. രംഗനാഥസ്വാമി ക്ഷേത്രമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. ഇങ്ങനെ ഹിന്ദു റിച്വൽസുമായിട്ട് നന്നായി കണക്ട് ചെയ്തൊരു ഹിന്ദുത്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പലായി തന്നെ സ്വയം അവതരിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട് നരേന്ദ്രമോദിക്ക്. ഇപ്പം നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുക വിശ്വഗുരു എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമാണെന്ന് അദ്ദേഹം തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു. ഏതാനും വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ അനുയായികളെ കൊണ്ട് അദ്ദേഹം അത് പറയിപ്പിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം JP നഡ്ഡ എന്ന് പറയുന്ന BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത് കിങ് ഓഫ് ഗോഡ്സ് എന്നാണ്, ദൈവങ്ങളുടെ രാജാവ് എന്നാണ്. ദൈവം പോലും നരേന്ദ്രമോദിയുടെ ഭക്തനാണെന്ന് പറഞ്ഞത് സംബിത് പാത്രയാണ്, ലോർഡ് ജഗന്നാഥിനെ വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. ആ രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ അനുയായികളെ കൊണ്ട് പറയിപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം തന്നെ ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള റിച്വൽസുമായിട്ട് അദ്ദേഹം നിരന്തരം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം വേറൊരു വലിയ എന്താ പറയുക, ഈ കാലഘട്ടത്തിൽ ഒരു അവതാര പുരുഷനായി അദ്ദേഹത്തെ തന്നെ അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ പ്രോജക്റ്റാണ്. കാരണം ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് അറിയപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? ഓഫ് കോഴ്സ് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലോക ജനതയുടെ മനസ്സിലേക്ക് വരിക. അത് ആറ്റൻബറോയുടെ സിനിമയ്ക്ക് ശേഷമാണ് ലോകം മഹാത്മാഗാന്ധിയെ എന്ന് അറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അത് വെറുതെ ഒന്നും പറയുന്നതല്ല. അത്തരം കമൻറ്റുകൾ നിഷ്കളങ്കമല്ല. പിന്നെ അറിയപ്പെടുന്നത് പണ്ഡിറ്റ്ജി ആണല്ലോ, ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ധൈഷണികത കൊണ്ട് ലോകം അദ്ദേഹത്തെ ആരാധിക്കുന്നു. പിന്നെ അറിയപ്പെടുന്നയാൾ രവീന്ദ്രനാഥ് ടാഗോറാണ്. ഗുരുജി എന്നാണ് ടാഗോറിനെ ലോകം വിളിക്കുക തന്നെ ചെയ്യുന്നത്. ആ ഒരു ശ്രേണിയിലേക്ക് ഒരു അവതാര പുരുഷനായി തന്നെ സ്ഥാപിക്കുക എന്നൊരു പദ്ധതി നരേന്ദ്രമോദിക്കുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഹിന്ദുത്വ റിച്വൽസും അതിൻ്റെ ഭാഗമായ ഒരു സന്യാസ തുല്യമായ പ്രതിച്ഛായയും ദൈവികമായ പ്രതിച്ഛായയും ഒക്കെ ഒരു വിശ്വഗുരുവായി മാറിത്തീരുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ഘട്ടത്തിൽ RSSുമായി ഇതിനൊരു ബന്ധമുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ വിവേകാനന്ദ പാറ എന്ന് പറയുന്നത് RSSൻ്റെ പ്രോജക്റ്റ് ആയിരുന്നു. 1956 മുതൽ 1962 വരെ RSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഏക്നാഥ് റാനഡയുടെ പ്രോജക്റ്റാണിത്. അന്ന് RSS മേധാവിയായിരുന്ന MS ഗോൾവാക്കറിൻ്റെ അനുമതിയോടുകൂടി അദ്ദേഹം ആരംഭിക്കുകയും 70-ൽ പൂർത്തിയാക്കുകയും ചെയ്ത പദ്ധതിയാണ്. അപ്പോൾ RSSുമായി വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ പറയുന്ന വിവേകാനന്ദ പാറ എന്ന് പറയുന്നത്. ഇപ്പോൾ RSSനെ ആവശ്യമുണ്ട് നരേന്ദ്രമോദിക്ക്. ആ ഒരു കണക്റ്റും ഈ കാര്യത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിലെ 9 സീറ്റുകളാണ്. ആ 9 സീറ്റുകളിൽ TMCയും BJPയും നേർക്കുനേർ മത്സരിക്കുകയാണ്. അവിടെയാണ് ഈ വിവേകാനന്ദൻ എന്ന് പറയുന്നത്. വിവേകാനന്ദൻ ഒരു പാൻ ഇന്ത്യൻ ഹിന്ദു കൾട്ടാണെങ്കിൽ കൂടിയും അത് ബംഗാളിയുടെ ഒരു വികാരമാണ്. അവിടേക്ക് ഈ വിവേകാനന്ദ പാറയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ധ്യാനിക്കുന്ന നരേന്ദ്രമോദി കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഈ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദനാണ്. അവിടുത്തെ സന്യാസിമാർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങി. അതിനെതിരെ മമതാ ബാനർജി രംഗത്ത് വന്നിരുന്നു. അത്ര ശക്തമായിട്ട് ഈ സംഭവം ഉപയോഗിക്കുകയാണ്. ഈ വിവേകാനന്ദനെയും ശ്രീരാമകൃഷ്ണ മിഷനെയും അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സീറ്റുകൾ വർദ്ധിപ്പിക്കാമെന്നാണ്
ബംഗാളിൽ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളിൽ തിരിച്ചടി ഉണ്ടാകും BJPക്ക് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തന്നെ. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. ഈ അർത്ഥത്തിലൊക്കെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിവേകാനന്ദ പാറയുടെ അല്ലെങ്കിൽ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുമ്പിലുള്ള നരേന്ദ്രമോദിയുടെ ധ്യാനത്തിലെ ഇരിപ്പെന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രാജ്യത്തെ പ്രൈം മിനിസ്റ്റർക്ക് എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കാനുള്ള അവകാശമില്ല. പ്രൈം മിനിസ്റ്റർ കനോട്ട് ഗോ ടോട്ടലി ഇൻകമ്മ്യൂണിക്കാഡോ എന്നാണ് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഒരു പ്രധാനമന്ത്രിക്ക് ഇരിക്കാൻ പറ്റില്ല. എന്താണെന്നറിയോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേകത എന്താ? അയാളാണ് ന്യൂക്ലിയർ കമാൻഡ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ആണവ ശക്തിയുമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇൻകമ്മ്യൂണിക്കാഡോ ആയിട്ടിരിക്കാനായിട്ട് പ്രധാനമന്ത്രിക്ക് പറ്റില്ല. ഇനി പറ്റും, എപ്പോൾ പറ്റും? രണ്ടാമതൊരാളെ അസൈൻ ചെയ്യണം ആ ചുമതലയിലേക്ക്. അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ സമയത്ത് അമേരിക്കയിലേക്ക് പോയപ്പോൾ രാജ്നാഥ് സിംഗിനെ അങ്ങനെ ഒരു ചുമതല കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ പോലും പിന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് പോയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ധ്യാനത്തിലിരിക്കേണ്ട ഒരു സമയമാണോ ഇത്? ഇപ്പം നമ്മൾ വാർത്ത വായിച്ചല്ലോ, ഉത്തരേന്ത്യയിൽ ശക്തമായ ഉഷ്ണതരംഗം നടക്കുക. 60 ആളുകളാണ് ഡൽഹിയിൽ മരിച്ചിരിക്കുന്നത്. ബീഹാറിൽ മരിച്ചിരിക്കുന്നത് 18 പേരാണ്. ഏതാണ്ട് 100-നോട് അടുപ്പിച്ച് മരണം രാജ്യത്തിൻ്റെ വടക്കേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്താ നമ്മൾ കണ്ടത്? വാട്ടർ ടാങ്കുകൾ ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. വെള്ളത്തിനായിട്ട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. പലരും വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് ചാടിക്കേറിയ കുറച്ചെങ്കിലും വെള്ളം എടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്ര വലിയൊരു പ്രകൃതിക്ഷോഭം എന്ന് പറയാവുന്ന ഒരു സംഭവം നടക്കുകയും അതിൻ്റെ ഭാഗമായി ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ട് ധ്യാനത്തിലിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പ്രധാനമന്ത്രി എന്നല്ല, ആർക്കും ധ്യാനിക്കാനും അങ്ങനെ തങ്ങളുടെ മാനസിക പിരിമുറുക്കങ്ങൾക്ക് അയവ് വരുത്തുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഈ ധ്യാനത്തിലിരിക്കുന്നത് വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അത് ഒന്ന്, നരേന്ദ്രമോദിയെ സ്വയം ദൈവമായി അവരോധിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിപാടി. 2, ഇനി വരുന്ന ദിവസങ്ങളിൽ RSSുമായി നല്ല ബന്ധം ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ RSSുമായി ഒരു കണക്ട് ഉണ്ടാക്കുക. 3, 57 സീറ്റുകളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, ഇത് നമ്മുടെ ചോദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ടുണ്ടോ എന്നാണല്ലോ. ഞാൻ നിശ്ചയമായും പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇടപെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ആ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നൊരു ഇടപെടൽ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ രാജ്യത്തെ മാധ്യമങ്ങളെല്ലാം ഈ ചിത്രങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് അതിശക്തമായി ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് അവസാന ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ബംഗാളിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി. അപ്പോൾ ഇതൊരു വലിയ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ ഒരു കാര്യമാണ്. ഇതൊട്ടും തന്നെ നിഷ്കളങ്കമല്ല. നമ്മൾ പ്രധാനമന്ത്രി ധ്യാനത്തിലിരുന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് നിഷ്കളങ്കരായി ഇരിക്കരുത്. ഇതൊരു വലിയ പദ്ധതിയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. Meet the editors.